അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ആക്സസ് ചെയ്യണ്ടേ. നമ്മുടെ വെയിനിൽക്കാണല്ലോ ഈ സംഭവം, ആർട്ടറിയും വെയിനും ഉപയോഗിച്ചിട്ടാണല്ലോ ഈ ഒരു കണക്ഷൻ ഉണ്ടാക്കണത്. ആ ഒരു മെഷീൻ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ആർട്ടറി അല്ലെങ്കിൽ വെയിനിൽക്കാണ്. അപ്പൊ ആ ഒരു ആക്സസ് ആയിട്ട് ഉണ്ടാക്കും ഒരു മൈനർ സർജറി വഴി. Good afternoon all. Good afternoon. Good afternoon. Good afternoon. ഒരു ഡിസ്കഷൻ ആണിത്. ക്ലാസ് തുടങ്ങിയത് പോലെ ഓക്കെ. ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞോ? എന്താ മാം? ഡിസ്കഷൻ ഓക്കെ. പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. തീർത്ത അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതെടുത്തേ? അഡ്വർബ് അല്ല മാം. അഡ്വർബ് ആയിരുന്നോ? അഡ്വർബ് കംപ്ലീറ്റ് ആയോ? പറയൂ. അഡ്ജക്റ്റീവ് ആണോ മാം? അഡ്ജക്റ്റീവ് ആണോ അഡ്വർബ് ആണോ എടുത്തേ? അഡ്ജക്റ്റീവ് കംപ്ലീറ്റ് ആയോ? എക്സാമ്പിൾസ് ഒക്കെ ഞാൻ പറഞ്ഞോ? കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവും സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവും അഡ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ എക്സസൈസ് ഒക്കെ ചെയ്തു. സൂപ്പർലേറ്റീവ് പറഞ്ഞു, കമ്പാരിറ്റീവ് പറഞ്ഞു അല്ലേ? അപ്പൊ നമുക്കിപ്പോ വെർബും അഡ്വർബ് അഡ്ജക്റ്റീവ് ഇത് മൂന്നും കംപ്ലീറ്റ് ആയി അല്ലേ? നമുക്ക് കുറച്ച് ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇനി? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അഡ്വർബ്, വെർബ്, അഡ്ജക്റ്റീവ് ഇത് മൂന്നിനെ കുറിച്ച് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? നോക്കിയായിരുന്നോ? യെസ് മാം. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ഇത്രയും പോർഷൻസ് കവർ ചെയ്തില്ലേ? അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, വായിക്കൂ. ഫസ്റ്റ് വൺ. Identify the action verb. We need coffee. This is my bag. We eat healthy food. അതിൽ സി ആയിരിക്കില്ലേ മാം? ഈറ്റ് വന്നുകൊണ്ട്. പറയൂ, ആൻസർ പറയൂ. എല്ലാവരും പറയൂ. ആൻസർ ഏതാണ്? ഐഡന്റിഫൈ ദി ആക്ഷൻ verb. ആക്ഷൻ verb ഏതാണ്? We eat healthy food. Yeah, we eat healthy foods. അല്ലേ? അവിടെ ആക്ഷൻ ഏതാണ്? ഈറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിക്കൂ. Tomorrow I am going to buy new shoes. Adverb of degree, adverb of manner, adverb of frequency, adverb of time. ആൻസർ ഏതാണ്? adverb of time. Option D. Tomorrow എന്ന് പറയുമ്പോൾ Tomorrow time. Adverb of time. ടൈം ആണ്. കാരണം അവിടെ ടുമാറോ ഉണ്ടല്ലേ, അതുകൊണ്ട് അത് അഡ്വർബ് ഓഫ് ടൈം ആണ്. ഓക്കെ, തേർഡ് വൺ. വേറെ ആരെങ്കിലും വായിക്കൂ. കീർത്തി. Yes, ma'am. Third question വായിക്കൂ. Please handle the equipment carefully. Degree, manner, time, place. ആൻസർ ഏതാ? Place ആണോ മാം? manner. മാനർ ആണ്. Okay, manner. മാനർ ആണ്. ഇതെന്താ മാനർ വരാൻ കാരണം? പറയൂ. Carefully.
Yeah, carefully. അല്ലെ carefully വന്നുകൊണ്ടത് manner ആണ്. Okay. Fourth one. Shifnath വായിക്കൂ fourth one. Shifnath കേൾക്കുന്നുണ്ടോ? My father smokes occasionally. ആൻസർ ഏതാ? ഫ്രീക്വൻസി ആവും. ഫ്രീക്വൻസി ആണോ? Frequency. Yeah, frequency ആണ്. Occasionally means frequency അല്ലേ? Then fifth one, എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നില്ല എല്ലാവരും? പറയൂ, കമന്റ് ചെയ്താലും മതി. Speed കൂടുന്നില്ലല്ലോ. ഇല്ലല്ലോ. ഓക്കെ, അപ്പോ വായിക്കൂ. ഫിഫ്ത് വൺ വായിക്കൂ. വേറെ ആരെങ്കിലും വായിക്കൂ. അസ്ന ഫിഫ്ത് വൺ വായിക്കൂ. I am so excited to see you again. Degree, manner, frequency, time. Yeah. ആൻസർ ഏതാ? Manner. എഗെയിൻ വന്നതുകൊണ്ട് ഫ്രീക്വൻസി ആണോ? ഫ്രീക്വൻസിയോ അല്ലെങ്കിൽ ഡിഗ്രി എഗെയിൻ ആലോചിക്കൂ. ആൻസർ ഏതായിരിക്കും? Manner ആണോ excited വരുന്നത്? Manner ആണോ മിസ്സേ? മാനർ ആണോ? മാനർ ആണോ? Excited വന്നിട്ട് manner എന്ന് തോന്നുന്നുണ്ട്. പിന്നെ again കണ്ടിട്ട് ഒരു സംശയം. എഗെയിൻ കണ്ടപ്പോ ഒരു ഡൗട്ട് മാം. എക്സൈറ്റഡ് ഓക്കെ, അവിടെ വേറൊരു വാക്കും കൂടെ ഉണ്ടല്ലോ, അത് കണ്ടപ്പോ വേറെ ഡൗട്ട് എന്തെങ്കിലും തോന്നിയോ? സി ആണോ? സോ Adverb of degree. So. വന്നപ്പോ ആഡ്വർബ് ഓഫ് ഡിഗ്രി ആണത്. ഓക്കെ, സോയിന് ആരും അങ്ങനെ പെട്ടെന്ന് കാണാതിരിക്കരുത്. ഓക്കെ, സോ വരുമ്പോഴേക്ക് എന്താ, അത് ഡിഗ്രീസിലാ വരാം. ഐ ആം സോ എക്സൈറ്റഡ് ടു സീ യു അഗെയിൻ, അത് ആഡ്വർബ് ഓഫ് ഡിഗ്രി ആണ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, the dog is running fast. ആൻസർ പറയൂ. മാനർ. Manner. Yeah, manner. 2-3 പേര് മാത്രമേ ആൻസർ പറയുന്നുള്ളൂ കേട്ടോ. 51 സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പൊ ക്ലാസ്സില്. ബാക്കി ആരെന്താന്ന് പറയാത്തേ? പറയാൻ പറ്റില്ലെങ്കിൽ കമന്റ് എങ്കിലും ചെയ്യൂ. ഓക്കെ, the dog is running fast. ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അത് മാനർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ again. This answer is Correct. കറക്റ്റ്. yeah, correctly വരില്ല അല്ലെ? കറക്റ്റ് ആണ്. ഓക്കെ, 8th question. Sam and Simi are dash married. Answer? Happily. Happily married. ഹാപ്പിലി ആണോ? Happy. ഹാപ്പി മാരീഡ്. Happily Happily married. married. എല്ലാവരും ആൻസർ പറയൂ, കമന്റ് ചെയ്യൂ. Happy. Married. Happily Happy. ആണോ? Happy. Very consultant. അസ്ന മ്യൂട്ട് ചെയ്യൂ. ഈ ഒരു ചെറിയ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഇത്രയും കൺഫ്യൂഷനാ? ഹാപ്പി മാരീഡ് ആണോ മാം? ഹാപ്പി മാരീഡ്, ആരെങ്കിലും ഹാപ്പി മാരീഡ് എന്ന് പറയോ? ഹാപ്പിലി മാരീഡ് അല്ലേ? Happily married. ഹാപ്പിലി മാരീഡ്. ഓക്കെ, നമ്മൾ വിഷ് ചെയ്യുമ്പോൾ പറയുമ്പോൾ ഹാപ്പി മാരീഡ് ലൈഫ് അല്ലെ? ഒരു സെന്റൻസിൽ വരുമ്പോൾ ഹാപ്പിലി അല്ലേ വരാ? സാം ആൻഡ് സിമി ആർ ഹാപ്പിലി മാരീഡ് അല്ലേ? ഹാപ്പിലി ആണ്. ഓക്കെ, 9th one നോക്കിയേ. 9th one, this is a dash decision. Wise decision. Wise decision. Wise decision. Wise. ഉറപ്പാണോ? വയസ്സാണോ? അതെ. ഉറപ്പാണ്. വയസ്സാണ്. Sure. ഉറപ്പാണ്. Yes. ഉറപ്പാണ്. വയസ്സല്ലേ? അതെ. Yeah. വയസ്സാണ് ആൻസർ. This is a wise decision. Okay. Next one. You need to invest your money Wisely. Wisely.
Wisely. Wisely. Yeah, wisely ആണ്. Wisely. Correct. Next one. Who can run dash than Simi? Sim അല്ല Simi. Who can run dash than Simi? Fast Faster. Faster. Than Simi. Yeah, faster. Next, he handled the egg dash than his sister. More careful. More care than sister. More care. More carefully. More carefully More than his carefully. sister. More carefully than his. Yeah, more carefully. More carefully than sister. അത് ഏത് adverb ആണ്? Comparative. Manner. Comparative. 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 Yeah, correct. Next one. Tom ate dash at lunchtime. Tom ate dash at lunchtime. More quickly. Tom ate dash. Quickly തന്നെയാണ്. അത് ഏത് verb ആണ്? adverb ആണ്? Comparative ആണോ? Superlative ആണോ? Superlative. Yeah, superlative ആണ്. അപ്പൊ quickly superlative എന്താ വരാ? Quicker. Most quickly. Most quickly. Yeah, most quickly. എന്താണോ നിങ്ങൾ ഇത്രയും ആലോചിച്ചേ? Most quickly അല്ലേ? Tom ate most quickly at lunch time. Okay. Clear അല്ലേ? Next one. Sam is the dash person on the cricket team. Strongest person. Strongest. Yeah, അത് superlative ആണ്. So, strong in എന്താ? Strongest. Strongest ആണ് വരാ. Okay, strongest. Clear. Next one. Ajit is dash than Akhil. Taller. Yeah, taller than Akhil. Comparative ആണ്. So, അവിടെ taller ആണ് വരിക. Next one. Mangoes are dash than orange. Sweeter. അല്ലെങ്കിൽ more sweet. Most sweet വരില്ല. More Sweeter. sweeter. Yeah, അത് comparative അല്ലേ? Sweeter. Mangoes are sweeter than oranges. അല്ലേ? Next, winter is the dash season. Coldest. Coldest. Superlative. Coldest season. Yeah, coldest season. Okay. Superlative ആണ്. So, cold ന് coldest. Next, Tom can run dash than King. Fast. Yeah, comparative ആണ്. So, faster. The elephant is dash than the mouse. Bigger. Comparative ആണ്. Comparative ആണ്. So, bigger. The elephant is bigger than the mouse. ഇനി ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. No, ma'am. ക്ലിയർ ആണ് അല്ലെ? adverb, adjective ഇതെല്ലാം ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം. ഓക്കെ. ക്ലാസ്സിക്ക് എങ്ങനെയുണ്ട്? മനസ്സിലാവുന്നില്ല ഇപ്പോ? ഇത്രയും പോർഷൻസ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? Yes, ma'am. Clear ആണ്. ക്ലിയർ ആണ്. ഓക്കെ. മാം 14ാമത്തെ പറഞ്ഞായിരുന്നു. I read. ഓ 14ാമത്തെ വായിച്ചില്ല അല്ലേ? ഓക്കെ. I read dash than my sister. ആൻസർ പറയൂ. I read dash than my sister.
better than, better than, ആരോട് 14ാമത്തെ വായിക്കാൻ പറഞ്ഞു എന്നോട്? ഞാനാ പറഞ്ഞു. ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് അല്ലേ? ഞാനത് വിട്ടുപോയി. ഞാൻ വിട്ടുപോയി. ഓക്കെ, താങ്ക് യു. ഓക്കെ. ആൻസർ പറയൂ. ഏതാ? better than, ബെറ്റർ ആണോ? മോർ ബെറ്റർ വരും മാം. ബെറ്റർ ആണോ? yes ma'am, യെസ്, ബെറ്റർ ആണ്. ഐ റീഡ് ബെറ്റർ ദാൻ മൈ സിസ്റ്റർ. ക്ലിയർ? അപ്പോ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കറക്റ്റ് ചെയ്തില്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇനി ഡൗട്ട് ഒന്നുമില്ലല്ലോ? നോ മാം. നോ. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. On the next topic is preposition. എന്താണ് preposition? എന്താണ്? ഏതൊക്കെയാണ് prepositions? ഏതൊക്കെയാണെന്നറിയോ? A and D. A and D. Preposition. because അതൊക്കെയാണോ മാം? നമ്മുടെ for, at, in, on അല്ലെ, അങ്ങനെ ഒരുപാട് prepositions ഇല്ലേ നമുക്ക്? 1 second, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ നോട്ട്സ് ഒന്ന് എടുക്കട്ടെ. ഓക്കെ, സ്ക്രീൻ കാണുന്നില്ല എല്ലാവരും? yes ma'am, കാണുന്നുണ്ട്. കാണുന്നുണ്ട് മാം. കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ നോട്ട്സും കിട്ടിയില്ലേ? അഡ്ജക്റ്റീവ്, അഡ്വേർബ് എല്ലാ നോട്ട്സും കിട്ടിയോ? yes ma'am. കിട്ടിയതാണ്. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സില് നമുക്ക് ഇതിനൊരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. എന്ന് വെച്ചാല് വെർബും ആഡ്വേർബ് അഡ്ജക്റ്റീവ് വെച്ചിട്ട്. ഓക്കെ, അടുത്ത ക്ലാസ് മീൻസ് നിങ്ങൾക്ക് നാളെ അല്ല, അടുത്ത ക്ലാസ്സിൽ ആയിക്കോളൂ. ഓക്കെ, മോക്ക് ടെസ്റ്റ് ഉണ്ടാവേ. ക്ലാസ് ടൈമിലാണോ മാം? ക്ലാസ് ടൈമില്ല, നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്ത് തരും. നിങ്ങൾ സ്വന്തമായിട്ട് വാല്യൂ ചെയ്യാം, ആൻസർ ചെയ്തിട്ട് സ്വന്തമായിട്ട് വാല്യൂ ചെയ്യാം. ഓക്കെ, ഓക്കെ. പ്രിപ്പോസിഷൻ നമുക്ക് അതിക്ക് മുന്നേ അപ്പോ ആഡ്വേർബ് അഡ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു. വെർബ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ലേ? ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നില്ലേ ക്ലാസ്സില്? yes ma'am, ക്ലാസ് പറഞ്ഞില്ല? ഇംഗ്ലീഷില് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചില്ലേ? പറയിപ്പിച്ചു. അതേപോലെ പറയൂ. വെർബ്, ആഡ്വേർബ്, അഡ്ജക്റ്റീവ് ഇതിന് മൂന്നിനും ഷോർട്ട് നോട്ട് ഉണ്ടാക്കും. എന്നിട്ട് നമുക്ക് പ്രപ്പോസിഷനിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തില്ലായിരുന്നോ മാം? അത് വെർബ് മാത്രമായിരുന്നില്ലേ? അല്ല അല്ല മാം, എല്ലാം ചെയ്തായിരുന്നു. മാം, പക്ഷെ എല്ലാം ചെയ്തിരുന്നു. ഒന്നും ചെയ്തില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പ്രപ്പോസിഷനിലേക്ക് പോവാം. പ്രപ്പോസിഷൻ ഏതൊക്കെയാ? ഇത് കുറച്ചേ ഉള്ളേ, ഇങ്ങനെ ഒരുപാട് പ്രപ്പോസിഷൻസ് ഉണ്ട്. ഓക്കെ, ഇത് കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം. ഏതൊക്കെയാ? വായിക്കൂ. പ്രപ്പോസിഷൻസ് ഏതൊക്കെയാ?
in, on, at, for, since, by, of, to, from, with, about, in, into, over, under, between, above, across, against, along, among, before, behind, beside, down, near, towards, within, below, beneath, of, upon, beyond, during, on to, over, after. നമ്മൾ ഇതിന്റെ ഡെയിലി ലൈഫിൽ കുറച്ച് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? കൂടുതൽ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? In, on, at, for, അല്ലെങ്കിൽ by, of, to, from, with, about, under, between, above, across, അതൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, Before, behind ഒക്കെ. ഇത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാവുന്നത്? In, on, at എന്തായാലും പറയാം. For, അതൊക്കെ അറിയാം. In, on, at, for, Since, Of, by, Down, of, to, near, from, side, about, over, into, after, between, above. ഇതെല്ലാം യൂസ് ചെയ്യാൻ അറിയോ? ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് അറിയോ എല്ലാവർക്കും? കുറച്ചൊക്കെ അറിയാം. കുറച്ചൊക്കെ അറിയാം. അറിയാത്തതിൽ ഏതൊക്കെയാ ഡൗട്ട് ആയിട്ടുള്ളത്? എനിക്ക് ഇത് കുറച്ച് ഡൗട്ടാണ്. എന്ന് തോന്നുന്നത് ഏതൊക്കെയാണ്, ഏതൊക്കെ പ്രൊപ്പോസിഷൻസ് ആണ് beyond കുറച്ചൊക്കെ. നമുക്ക് അത്യാവശ്യമുള്ളത് എല്ലാം നോക്കിക്കഴിഞ്ഞാല് ക്ലാസ് ഇങ്ങനെ ഇരിക്കും. അത്യാവശ്യം ഇൻ, നോട്ട്, വരുന്നത് ഓഫ്, OFF വരുന്നത്. ഇൻ, ഓൺ, അറ്റൊക്കെ കുറച്ച് കൺഫ്യൂസിങ് അല്ലേ? അത് നമ്മൾ നോക്കുന്നുണ്ട്. Then ഒരു എല്ലാവരും മ്യൂട്ട് ചെയ്യും. ബിയോണ്ട്, Beyond. ഓൺ ടു. ഒന്ന് മ്യൂട്ട് ചെയ്യാവോ എല്ലാവരും? ഇപ്പൊ നമ്മള് ഇൻ, ഓൺ, ആറ്റ് ഇത് മൂന്നും മസ്റ്റ് ആയിട്ട് നോക്കും. കാരണം അത് മൂന്നും നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കോമൺലി യൂസ് ചെയ്യാവുന്ന ഒന്നാണ് അല്ലെ? അത് കൺഫ്യൂസിംഗ് ആണ്. എവിടേക്കാണ് ഓൺ യൂസ് ചെയ്യേണ്ടത്, എവിടേക്കാണ് ഇൻ യൂസ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ആയിട്ടും പൊതുവെ ആർക്കും അത് അറിയില്ല അല്ലെ? അറ്റ് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്, അത് കൂടുതലും ടൈമിലൊക്കെ വരുമ്പോൾ കൺഫ്യൂസിംഗ് ആണ് അല്ലെ? ഇൻ, ഓൺ, ആറ്റ് ഒക്കെ കൺഫ്യൂസിംഗ് ആണ്. സോ അത് നോക്കുന്നുണ്ട് മൂന്ന്. ദെൻ ഫോർ, സിൻസ്, ഡ്യൂറിങ് ഇതും മൂന്ന് നോക്കുന്നുണ്ട്. കാരണം ഇത് മൂന്നും ഏകദേശം ഒരു സെയിം ആണ്. അപ്പൊ അത് എവിടേക്കാ വരുന്നതെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഡൗട്ട് ഉള്ളതെന്ന് പറഞ്ഞേ. എല്ലാവരും ഇത് നോക്കിയിട്ട് ഡൗട്ട്ഫുൾ ആയത് ഒന്ന് പറ. അപ്പൊ നമുക്കത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ്, beneath, Beneath. കമന്റ് ചെയ്യും. ഒന്ന് കമന്റ് ചെയ്യും. ഡൗട്ട് ഉള്ളത് കമന്റ് ചെയ്യും. പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും. ഓഫ്, ബെനീത്ത്, ബിയോണ്ട് കൺഫ്യൂസിംഗ് ആണോ? ഇത്രയൊക്കെ ആവശ്യമുണ്ടോ? ആ ഇൻടു, ബെനീത്ത്, ബിയോണ്ട്, എഗെയിൻസ്റ്റോ? എഗെയിൻസ്റ്റ് ഒക്കെ അറിയില്ലേ? എഗെയിൻസ്റ്റ് മ്യൂട്ട് ചെയ്യും, മ്യൂട്ട് ചെയ്യും. ബിസൈഡോ? ബിസൈഡ്. ദെൻ ഇപ്പൊ ഏതൊക്കെയാ? ഇൻടു പറഞ്ഞു, ബിനീത് പറഞ്ഞു, ബിയോണ്ട് പറഞ്ഞു, എഗെയിൻസ്റ്റ്, ദെൻ ബിസൈഡ്. വേറെ ഏതാ? ഇനിയുണ്ടോ കൺഫ്യൂസിംഗ് ആയത്? അണ്ടർ, അണ്ടർ. അണ്ടർ കൺഫ്യൂസിംഗ് ആണോ? ഓക്കെ. എമൗണ്ട്, ബിഹൈൻഡ് ഇതെല്ലാം കൺഫ്യൂസിംഗ് ആണല്ലോ ഇത്. ആ മതിയില്ലേ ഇത്രയും? എബൌട്ട്, ഇൻടു, എബൌട്ട് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ടു നോക്കുന്നുണ്ട്, ഓഫ് നോക്കുന്നുണ്ട്, ഫോർ നോക്കുന്നുണ്ട്, അണ്ടർ നോക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ?
ഓക്കെ, ഒരു കാര്യം ചെയ്യാം, കുറച്ച് എക്സാമ്പിൾ നോക്കിയേ. ദ കാറ്റ് ഈസ് സിറ്റിംഗ് അണ്ടർ ദ ടേബിൾ. അണ്ടർ മീൻസ് എന്താ? താഴെ എന്നല്ലേ? അതിൽ കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലല്ലോ, ഉണ്ടോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി മാം. അണ്ടർ എന്ന് പറയുമ്പോ കീഴില്, താഴെ എന്ന് പറയും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, അത്രേ ഉള്ളൂ. ദ കാറ്റ് ഈസ് സിറ്റിംഗ് അണ്ടർ ദ ടേബിൾ. ടേബിളിന് താഴെയാണ് കാറ്റ് ഇരിക്കുന്നത്. അപ്പൊ അണ്ടർ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ്, അല്ലേ? നെക്സ്റ്റ് ഓക്കെ, ഐ ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് ബിഫോർ 6 o'clock. ഇവിടെ ബിഫോർ എന്ന് പറയുന്നതും ഒരു പ്രപ്പോസിഷൻ ആണ്. ഇൻ എന്ന് പറയുന്നതും ഒരു പ്രപ്പോസിഷൻ ആണ്, അല്ലേ? ആണോ? Yes, Yes, ma'am. ma'am. Yeah. Then they are discussing about football. ഇവിടെ പ്രപ്പോസിഷൻ ഏതാ? About. About ആണ്. About. Yeah. ഈ ആർ എന്താണ് അപ്പോ? ആർ Auxiliary verbs. auxiliary verbs ആണ്. നമ്മൾ പഠിച്ചിട്ടില്ല, അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ about എന്ന് പറയുന്നതാണ് പ്രപ്പോസിഷൻ. ഇവിടെ നോക്കിയേ, where are you from? അവിടെ പ്രപ്പോസിഷൻ ഏതാണ്? From. From. From ആണ്. Next one, we can live without water. Without. Without. Without ആണ്. Next, a plane is flying above the stage. Above. 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 Okay. Next, my brother sat down beside me. Beside. Beside. ഡിസൈഡിന്റെ മീനിങ് ജസ്റ്റ് അടുത്ത് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെ? Down, ma'am. Down വരുന്നില്ലേ? Down. Sat down. Beside mean അരികിൽ, അടുത്ത് എന്നൊക്കെ വരാം. ഡൗൺ, ഡൗൺ താഴെ, അത് താഴേക്ക് എന്നൊരു ഇത് വരില്ലേ? അത് പ്രപ്പോസിഷൻ ആണോ? അല്ല, താഴേക്ക് എന്നൊരു മീനിങ് വരില്ലേ? അണ്ടർ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയ പ്രപ്പോസിഷൻ ആണ്. ഡൗണും അണ്ടറും ഏകദേശം സെയിം അല്ലേ? അപ്പൊ അണ്ടർ ആണ് ഇവിടെ പ്രപ്പോസിഷൻ. ഡൗൺ എന്ന് പറയുമ്പോൾ ഡൗൺ കൊടുത്തിട്ടുണ്ടല്ലോ. ഡൗൺ, ഡൗൺ പ്രപ്പോസിഷൻ ആണ്. My brother sat down beside me. ഡൗൺ പ്രപ്പോസിഷൻ ആണ്. അത് ഞാൻ പറഞ്ഞു, അണ്ടറും ഡൗൺ ഏകദേശം സെയിം മീനിങ് ആണെന്ന് ഞാൻ പറഞ്ഞു, അല്ലേ? താഴെ, താഴേക്ക്, കീഴിൽ. ഓക്കെ, ബിസൈഡ് എന്ന് പറയുമ്പോൾ അരികിൽ, അരിക്, അടുത്ത്. ഡൗണും ബിസൈഡും എന്താണ്? പ്രപ്പോസിഷൻസ് ആണ്. ഓക്കെ, then we are very hungry but the fridge is empty. The. Very, We are very hungry but very, and but. Hello. But ഇതില് കൊടുത്തിട്ടില്ലല്ലോ. ഇവിടെ ബട്ട് ആണ് പ്രപ്പോസിഷൻ. എല്ലാവരും ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യൂ. മ്യൂട്ട് യുവർസെൽഫ്. ഓക്കെ, ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ദ കാൽക്കുലേറ്റർ ഈസ് ഡാഷ് ദ ടേബിൾ. On the On table. the table. On table. On the table. On. On the table. അല്ലെ? ടേബിളിന് മുകളിൽ. ഓക്കെ, നെക്സ്റ്റ്, he was angry dash me. With me. With me. With me. He was angry with me. Next one, your teacher is not satisfied dash your study. In In your your study. study. In your study. Teacher is. With your study. അച്ചാണോ?
മാച്ച് ആയത് നോക്കിയെടുക്കുകയാണ് അല്ലേ? Your The teacher is teacher not is not satisfied with your study. Yeah, with your study. Okay. And next. അവിടെ വിത്ത് വന്നത് വിത്ത് ഡൗട്ട് വന്നില്ലേ? അടുത്ത ക്ലാസ് ക്ലിയർ ചെയ്യാം. ഡൗട്ട് ഉണ്ടോ എന്ന് അറിയാനാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത്. ഓക്കെ. നെക്സ്റ്റ്. He should take care dash his health. For his self. for his self. Of. of വിത്താണോ? ഓഫ് വിത്ത് തേക്കില് വിത്തല്ലേ? വിത്താണോ? വിത്താണോ എന്നോടാ ചോദിക്കുന്നത്? ഓഫ് ആണ്. തേക്ക് വിത്ത് ഹിസ് ഓഫീസ് ഫോർ ഹിസ് ഹെൽത്ത്. ഫോർ ഹിസ് ഹെൽത്ത് എന്നല്ല വരിക, അവന്റെ ഹെൽത്തിന് വേണ്ടി. അല്ലെങ്കിൽ അത് എന്റെ ഡെയിലി ലൈഫിൽ പറയാറില്ല. ടേക്ക് കെയറിന് ശേഷം ഫോർ ഓറാ പറയാ? ഓഫ് ആണ് മാം പറയാം. ഓഫ് അല്ലേ പറയാ? ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് എന്ന് പറയോ? ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് അല്ലേ? ഓഫ് അല്ലേ വരാ? ഓഫ് കൺഫ്യൂഷൻ ആയോ? ഇപ്പോ he should take care of his health. Okay. ഞാൻ മുമ്പത്തെ വിത്ത് ഒന്ന് പറഞ്ഞിരുന്നില്ല. വിത്ത് പറയില്ല, അടുത്ത ഡൗട്ട് അല്ലേ? ഓരോ ക്ലാസ്സിൽ പറയാം. ഓക്കെ. അപ്പോ he should take care of his health. of his health. Okay. Next one. John traveled dash train. by train. traveled by train. അല്ലേ? In ഭയ്യ, train. പറയൂ. By ബൈ ഉറപ്പാണോ? ബൈ ആണോ? ഷുവർ? ആർ യു ഷുവർ? Yes. ഇന്നാണോ മാം? ഇന്നല്ലേ മാം കൊറേ സമയം വരുന്ന സമയം ഡൗട്ട് വരിക. മാം ഞാൻ ഈ ഉറപ്പാണോന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്റെ ഡൗട്ട് വരും. കറക്റ്റ് ആൻസർ ബൈ ആണ്. ബൈ ആണോ വരാ? ബൈ ആണ്. ജോൺ ട്രാവൽഡ് ബൈ ട്രെയിൻ. നമ്മൾ ട്രാവൽ എന്നൊക്കെ പറയുമ്പോൾ ബൈ ആ വരാം. ഓക്കെ. നെക്സ്റ്റ്. ഐ വാസ് ബോൺ ഡാഷ് In 98. ഇന്നാണ് മാം. ഇന്നല്ലേ? In. Born in. ആണോ? ഇന്നാണോ ഡൗട്ട് അല്ലെ? മാം ഇന്നാണ്. ഇയർ ഒക്കെ വരുമ്പോ സിൻസ് അല്ലേ ഞാൻ പറയാം. അപ്പൊ ആൻസർ ഇന്നാണ്. ഇൻ. ഐ വാസ് ബോൺ ഇൻ 1986. അപ്പൊ ഇന്ന് ഡൗട്ട് ഉണ്ട്, സിൻസ് ഡൗട്ട് ഉണ്ട്. ഓക്കെ. Next one. I have been a journalist dash 2 years. For 2 years. years. 4 ആണ് മാം. 4 ആണ്. Since, ma'am. Since 2 years. Since 2 years. Since 4 ആണ്. പിന്നെ വേറെ ഇവിടെ ഉണ്ടോ അടുത്തൊരു ആൻസർ? സിൻസ് ആണോ 4 ആണോ? 4 അല്ലേ വരിക? Since. 4 ആണോ മാം? For 2 years എന്നല്ല വരിക? I have been a journalist for 2 years. 4 ആ വരാം. Okay. Okay. She left university
3 years dash. Ago. Years ago. 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 Yeah, ago. അത് correct ആണ്. She left university 3 years ago. Clear. Next one. He lived abroad dash 1998. Since. 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 Since ആണോ? Since ആണോ? ഇന്നാണോ മാം? ഇന്നാണ്. Since 1998. In അല്ലേ? Abroad in 1998. ഇന്നാണോ മാം? ഇന്നാണ്. ഇന്ന്. ഇന്ന് ഉറപ്പിച്ചു ഇന്നാണ് അല്ലേ? Since ആണ്. He's lived abroad since 1998. Okay. Since 1998 മുതൽ. അത് തന്നെ കറക്റ്റ്. ആരാ പറഞ്ഞേ? അതാണ് കറക്റ്റ്. ആൻസർ എന്താ മാം? ആണ് ആൻസർ. Since 1998 മുതൽ. Next one. Is your brother dash home? At home. At home. At home. മാം അത് ഹീസ് ലിവ്ഡ് അബ്രോഡ് എന്ന് വരോ? ഹീ ലിവ്ഡ് അബ്രോഡ് എന്നല്ലേ വരൂ? അതിലുണ്ട് കൺഫ്യൂഷനോ? Is lived abroad. അവിടെ ഹീസിന്റെ ആവശ്യമുണ്ടോ? ഈസിന്റെ ആവശ്യമുണ്ടോ? ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അതിലെ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നോ? ഞങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിക്കുക. ഓക്കെ, പക്ഷെ എന്താ ഞാൻ ആ സെന്റൻസ് നോക്കിയില്ല. നമ്മള് പ്രപ്പോസിഷനില്ല നോക്കുന്നേ. ഈസ് ലിവ്ഡ് എന്ന് പറയുമ്പോ എന്താ പറയോ? ഈസ് ലിവ്ഡ് മീനിങ് എന്താ? അവൻ ജീവിച്ചിരുന്നു. ഇവിടെ എന്താ മിസ്റ്റേക്ക്? എന്നാ ഓക്കെ, ആ സെന്റൻസ് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ കറക്റ്റ് ചെയ്യും. He lived. He lives എന്നല്ലേ? നമുക്കവിടെ ഈസ് മാറ്റാന്ന് വെക്കാം. എന്താ വരാ പകരം? വാസാണോ? ഓക്കെ, ഈ സെന്റൻസിന്റെ മീനിങ് എന്താണ്? He is lived abroad since 1998 എന്നാ പറയാ. അപ്പൊ മീനിങ് എന്താ വരാ? ഒന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങള്. 1998 മുതൽ എബ്രോഡിലാണ് താമസിക്കുന്നത്. താമസം അല്ലെ? 1998 മുതൽ വിദേശത്താണ് താമസം അല്ലെ? അപ്പൊ ഇവിടെ എന്താ വരാ? ഈസിന് പകരം എന്താ വരാ? വാസ്. വാസ് എന്ന് പറയുമ്പോ ആയിരുന്നു എന്നല്ലേ? ഈസ് തന്നെയാണ് മാം വരിക, വാസ് വരില്ല. ഈസ് തന്നെയാണ്. അപ്പൊ ഈസ് തെറ്റാന്ന് ആരെന്നോട് പറഞ്ഞേ? ഈസ് തെറ്റാണെന്നല്ല, ഹീ ലിവ്ഡ് തന്നെ പോരേന്ന് ചോദിച്ചു. ഇല്ല, കറക്റ്റ് ആണ്. തെറ്റാണത്. ഹി ഹാസ് ആണ് അവിടെ വരാൻ. ഓക്കെ. ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുമ്പോ നിങ്ങൾ കറക്റ്റ് പറഞ്ഞാലും നിങ്ങൾ ഒരിക്കലും മാറ്റി പറയരുത്. അതങ്ങനെയാണ്. ലാസ്റ്റ് പറഞ്ഞത് മനസ്സിലായില്ല. എന്താ കറക്റ്റ് വരണ്ടെന്ന് പറഞ്ഞേ? ഹാസ്. ഹി ഹാസ് ലിവ്ഡ് അബ്രോഡ് സിൻസ് 1998 വരാം. ഹി ഹാസ് ആണ് വരാം കേട്ടോ. അവിടെ ഹാസ് എന്താ വന്നേന്നൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. ഹാസ് പഠിക്കാനുണ്ട്, ഹാവ് പഠിക്കാനുണ്ട്, ഡു, ഡസ്, ഡിഡ് ഇതൊക്കെ അറിയണ്ടേ? ഓക്കെ, അപ്പൊ ഇത് നോട്ട് കിട്ടുമ്പോ ആ മിസ്റ്റേക്ക് ഒന്ന് ക്ലിയർ ചെയ്യണേ. ഈസ് അല്ല, ഹാസ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ക്ലിയർ ആയി. ആരാ എന്നോട് പറഞ്ഞു ഈസ് തെറ്റാണെന്ന്? ഞാൻ പറഞ്ഞായിരുന്നു. പറയാ അല്ല, നല്ലതാട്ടോ. എനിക്ക് ചിലപ്പോൾ ഞാൻ പറയാം എനിക്ക് മിസ്റ്റേക്ക് പറ്റാം. അപ്പോൾ നിങ്ങളത് പറഞ്ഞു തന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. അതാണ് ഞാനിപ്പോ നോട്ട് ഇത് നമ്മൾ ചെയ്യുമ്പോ പെട്ടെന്ന് ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാം. കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാറില്ല ഇടക്ക്.
മിസ്റ്റേക്ക് വരാറുണ്ട്, ചിലപ്പോൾ വേർഡ് മിസ്റ്റേക്ക് വരാറുണ്ട്. അതൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഞാൻ ഇവിടെ ശ്രദ്ധിക്കില്ല അത്. ഓക്കെ, എല്ലാവരോടും കൂടി പറയണേ, ശ്രദ്ധിക്കണം. ആ മാം, അതെ, ഞാൻ മുമ്പ് ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലാസ് കഴിയുമ്പോ അത് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നീട് അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞു തരാം മാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അതായത് ഒരു ഇപ്പൊ ഫ്യൂറ്റസ് അല്ലെങ്കിൽ ബേബി അതിന്റെ കാര്യം വരുമ്പോ മെയില് അല്ലെങ്കിൽ ഫീമെയിലിന് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഉപയോഗിക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ച ഡൗട്ട് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡൾട്ട് ആണെങ്കിൽ ഈ മെയിൽ ആൻഡ് ഫീമെയിലിന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് തന്നെ ഉപയോഗിക്കാൻ പറ്റും, ഇറ്റ് തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മാം ഒന്ന് നോക്കിയിട്ട് പറയാന്നാ പറഞ്ഞിരുന്നത്, പിന്നെ പറയാൻ വിട്ടുപോയി. ഓക്കെ, ഞാനപ്പോ ക്ലാസ്സിന്റെ അവസാനം പറയാൻ വിട്ടുപോയാൽ ക്ലാസ്സിന്റെ അവസാനം തന്നെ ഓർമ്മിപ്പിക്കണം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. ഇനി വായിച്ച ആൻസർ പറയല്ലോ അവര്. No one can leave dash water Without water. Without water. No one can live without water. No one can live without water. Yeah, correct ആണ്. മാം അതിന് മുന്നുള്ള ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ക്വസ്റ്റ്യൻ വായിച്ച ആൻസർ പറഞ്ഞില്ല. Is your brother? ആൻസർ പറഞ്ഞില്ല, മറ്റൊന്ന് പറഞ്ഞില്ലേ? മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങള് പറഞ്ഞത് മാത്രമേ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ is your brother at home ആണ്. ഓക്കെ, at home. Next one, no one can live without water. അതും clear. Next one, last one, 12th one വായിക്കൂ. She has been absent dash Wednesday. From. On. Since ആണോ? Since ആണോ മാം? Since ആണോ from? ഓൺ ആണോ? On Wednesday. Since ആണോ മാം? Since. From Since ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. From Wednesday. Since Wednesday. From. Absent from Wednesday. Has been എന്നുള്ളതുകൊണ്ട് ഫ്രം പറഞ്ഞു, സിൻസ് പറഞ്ഞു, ഓൺ പറഞ്ഞു, ഫോറും കൂടെ ആയിരിക്കും പറ. അപ്പൊ കറക്റ്റ് ആയി. ഓപ്ഷൻസ് On ആണ് മാം. ഓൺ ആണോ? She has been absent dash Wednesday. ആ സെന്റൻസിന് മീനിങ് ഒന്ന് നോക്കി. മീനിങ് എന്താ? She has been absent. Absent ആയിരുന്നു എന്ന് മുതൽ. വെനസ്ഡേ മുതൽ അപ്പൊ എന്താ ആൻസർ? She has been absent since Wednesday. Okay. Next one. The mountains were covered dash snow. with snow. with snow. With snow. അതാണ് കറക്റ്റ്. വിത്ത് ആണ്. നെക്സ്റ്റ്, the snake was killed dash somebody. By somebody. By somebody. By somebody. Yeah, correct ആണ്. Last one, the Chennai Express starts dash Coimbatore. from Coimbatore. From Coimbatore. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പ്രൊപ്പോസിഷനിൽ ആർക്കും അറിയോ? കുറേ ഡൗട്ടുകൾ. കുറേ ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ട് ഏതൊക്കെയാണ്? അതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ ചോദിച്ചത്.
ഈ പ്രൊപ്പോസിഷനിലെ ഡൗട്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോ എല്ലാവരും കുറെയൊക്കെ പറഞ്ഞു അല്ലെ? പറയാത്തതും ഇവിടെ ഡൗട്ട് ആയിട്ട് വന്നോ? Yes, ma'am. യെസ്. അപ്പൊ ഇനി ഏതൊക്കെയാ ഡൗട്ട് പറയൂ. In since മുമ്പത്തെ ഒരു ക്വസ്റ്റ്യനില് വിത്ത് വന്നായിരുന്നു. വിത്ത് എന്തോ 4 or 5 ഒരു ക്വസ്റ്റ്യനില് വിത്ത് ഡൗട്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്ത് വിത്ത് എങ്ങനെയാണ് വരുന്നത്? വിത്ത് ഡൗട്ട് ഉണ്ട്, ഇന്ന് ഡൗട്ട് ഉണ്ട്, ഫ്രം ഇല്ല, സിൻസ് ഉണ്ട്, ഓൺ ഉണ്ട്, അറ്റ് ഉണ്ട് അല്ലെ? മൂന്നാമത്തെ ക്വസ്റ്റ്യനിലാണ് വിത്ത് വന്നത് ഡൗട്ടായിട്ട്. Your teacher is not satisfied with your study. അവിടെ വിത്ത് വന്ന ഡൗട്ട് ഉണ്ട് അല്ലെ? അതെ അതെ. അതെ. പിന്നെ ഇവിടെ ഡൗട്ട് വന്നെന്ന് പറഞ്ഞു. സിൻസും ഫ്രമ്മും സിൻസും ഫുള്ള് ഡൗട്ട് ആണ്. ഓക്കെ, ചെക്ക് യുവർ നോട്ട്ബുക്ക്. സിൻസ് ഫുള്ള് ഡൗട്ട് ആണ്, മനസ്സിലായി. മാം ഫ്രമ്മും സിൻസും തമ്മിൽ എന്താ മാം ഡിഫറൻസ് വരുന്നത്? ഫ്രമ്മും സിൻസോ? ആ, ഫ്രം എന്താ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒക്കെ ഫ്രം ഉണ്ട്. അത് ഫ്രം ഞാൻ പറയാം. ഇപ്പൊ പറയാന്നൊക്കെ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിക്കോട്ടെ. നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം, ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ഓക്കെ എഴുതിക്കോളൂ. പ്രൊപ്പോസിഷൻ ഇൻ എവിടേക്കാണ് യൂസ് ചെയ്യാം? പ്രൊപ്പോസിഷൻ മ്യൂട്ട് ചെയ്യോ എല്ലാവരും, മ്യൂട്ട് ചെയ്യൂ. പ്രൊപ്പോസിഷൻ ഇൻ എവിടെ യൂസ് ചെയ്യാം? ഇൻ ഹെഡിങ് ആയിട്ട് കൊടുക്കുക, പോയിന്റ് ചെയ്ത് എഴുതാം. കൺട്രീസ്, വില്ലേജ്, സിറ്റീസ് സ്ലാഷ് ഇട്ടോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. കൺട്രീസ്, വില്ലേജ്, സിറ്റീസ്. Countries, village, cities. Then month, മാസങ്ങൾ. വീക്സ്, ആഴ്ചകൾ പറയാം. വീക്സ് പറയാം. പിന്നെ ഇയർ പറയാൻ പറ്റുമോ? ഇയർ പറയാം, അത് പറയുന്നുണ്ട് ഞാൻ. ഇയർ പറയാം. Then in the morning. ഡേയ്സ് പറയാൻ പറ്റില്ലേ മാം? എന്തോ ഡേയ്സ് പറയാൻ പറ്റില്ലേ? വീക്സോ? ഡേയോ? അതാ നോ, ഇല്ല. എഴുതിക്കോളൂ, ഞാൻ പറയുന്നത് എഴുതൂ. കൺട്രീസ്, വില്ലേജ്, സിറ്റീസ്. ദെൻ മന്ത്, വീക്സ്, ഇയേഴ്സ്. മാസം, ആഴ്ച, വർഷം. ഓക്കെ. ദെൻ ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്. ഓക്കെ, അപ്പൊ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് എന്ന് എഴുതാം. Okay, then small vehicle. Small vehicles with confined space. Small vehicle with confined space.
സ്മോൾ വെഹിക്കിൾ വിത്ത് കൺഫൈൻഡ് സ്പേസ്. ഇതൊക്കെ നമുക്ക് ഇൻ യൂസ് ചെയ്യാം. അതിന് എക്സാമ്പിൾ ആണ് കാറ്. കാറൊക്കെ ചെറിയ വെഹിക്കിൾ അല്ലേ? അപ്പൊ അത് കൺഫൈൻഡ് സ്പേസസ് ആണ്. കൺഫൈൻഡ് CONFINED കൺഫൈൻഡ്. Okay. Then enclosed space. Enclosed. ENCLOSED. എല്ലാവരും മ്യൂട്ട് ചെയ്യൂ. ഓക്കെ. ENCLOSED. Enclosed space. SPACE. Enclosed space. ഓക്കെ. എഴുതിയില്ല എല്ലാവരും? Yes, ma'am. എഴുതി. ഇനിയിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഇതൊക്കെ വെച്ചിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞേ എല്ലാവരും. I wake up in the morning. Okay. I live in a small village. I'm traveling in a car. Yeah. Traveling in a car. വരില്ല. In car. I'm traveling in car. അത് വരില്ല. ഇല്ല വരില്ല. Traveled by car. Okay. മാം അപ്പൊ ഇത് പറഞ്ഞില്ലേ ഇൻ വരുന്ന പ്രിപ്പോസിഷനില് ഇന്ന് കാറൊക്കെ ആവുമ്പോ I am in the car. I am in the car. Okay. Traveling വരുമ്പോ by വരും. ഓക്കെ. Next example പറയൂ. The salary will credit in last week. Salary Will credit in last week. Salary will credit in last week. Okay. Next. Next പറയൂ. I woke up early in the morning. Yeah. Next. I trapped in a car. She is living in trapped in a car. I trapped in a car. Okay, correct. Next. വേഗം പറയൂ. ടൈം പോകുന്നു. He is living in America. അങ്ങനെ വരുമോ മാം? Living in America. He is in America. Okay. He lives in America. Lives in America. Next പറയൂ. The class will disperse in the afternoon. Afternoon വരും പറയാം. Okay. I drink a cup of tea in the evening. Yeah, correct ആണ്. Okay. ബാക്കി നമുക്ക് എക്സാമ്പിൾ കുറച്ച് അടുത്ത ക്ലാസ് നോക്കിയാ പോരെ? Okay, ma'am. നമ്മുടെ ടൈം കഴിഞ്ഞു. അതിന്റെ പേയാ. Okay, ma'am. Okay, ma'am. Okay. Thank you. Thank you, ma'am. Ma'am മറ്റതിന്റെ ഇതൊന്ന് പറഞ്ഞു കൊടുക്കാം. ഇറ്റ് യൂസ് ചെയ്യുന്നത്. Ma'am.